ആദാബ് ബച്ചു, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്നത്തെ വീഡിയോ ടാലൻറ്റ് ടെസ്റ്റ് 2026 ബന്ധപ്പെട്ടതാണ് എന്ന്, അല്ലേ? ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഓരോ പാഠഭാഗവും എടുത്ത് അതിൽ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, വൃത്തിയായി ശ്രദ്ധിക്കുക, അല്ലേ? നമ്മൾക്ക് വിജയിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. നമ്മൾ ഓൾറെഡി വിജയികളാണ്. സ്കൂളിൽ നിന്ന് 2 പേരെയാണ്, അല്ലേ, ഓരോ ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ വിജയിച്ച് നിൽക്കുകയാണ്. ഇനി സംസ്ഥാന തലത്തും നല്ല രീതിയിൽ മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ ഇതിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആദ്യത്തെ പാഠഭാഗം നോക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. നോക്കൂ, ഈ പാഞ്ച്വേം ജമാഅത്ത്, അല്ലേ? ഈ പാഞ്ച്വേം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 5ാം ക്ലാസ്. അത് നമ്മൾ പഠിച്ചിരിക്കുക, അല്ലേ? നമ്മൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ പാഞ്ച്വേം ജമാഅത്ത് എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ പഠിക്കണം. ചിലപ്പോൾ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഉറുദു എന്നുള്ള ആ ഒരു വാക്ക് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോഴൊക്കെ ഇതിൽ സൊഹീഹ് കോൻസാഹേ, അല്ലേ, അല്ലെങ്കിൽ ഒലത് കോൻസാഹേ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. സൊഹീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായത്. ഒലത്താണെങ്കിലോ തെറ്റ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരാം. ചിലപ്പോൾ ഉറുദു എന്നുള്ള വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ പാഞ്ച്വേം ജമാഅത്തായിരിക്കാം. എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ഉറുദു എന്നുള്ള വാക്കൊന്ന് എഴുതാൻ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഈ ക്ലാസ് ഇതൊന്ന് നമ്മൾ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ലെസൺ അറിയാലോ. ആദ്യത്തെ ലെസൺ ഏതാണ്? അബ്ബ ആയെ എന്നുള്ള പാഠഭാഗമാണ്, അല്ലേ? അബ്ബ ആയെ. അതിൽ നമ്മുടെ ഈ ഗർ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കണം. കണ്ടോ, ഗർ. അപ്പോൾ എങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം തരിക? ഏ, നോക്കൂ, ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഏ, എന്നിട്ട് ഇവിടെ ഒരു ചിത്രം വരച്ചു. എന്നിട്ട് ഈ ഡാഷ് ഹേ, അല്ലേ? ഏ ഡാഷ് ഹേ. എന്നിട്ട് ഇവിടെ ഓപ്ഷൻ തരികയാണ്. എ കർ, അല്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ തന്നു, സി തന്നു, ഇങ്ങനെ ഡി തന്നു, എങ്ങനെ ഇങ്ങനെ. അപ്പം നമ്മൾക്ക് ഈ ഗർ എന്ന് എഴുതാൻ അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ഗർ എന്നുള്ള വാക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ പഠിക്കുക കേട്ടോ. ആദ്യം തന്നെ ഗർ എന്ന് എഴുതാൻ പഠിക്കുക. ഗർ എന്ന് പറഞ്ഞാൽ എന്താ? വീടാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഈ ക്യാ എന്നുള്ള വാക്ക് പഠിക്കണം കേട്ടോ. ക്യാ, അല്ലേ? തസ്വീർ മേ ക്യാ എന്നുള്ള ആ വാക്കില്ലേ? തസ്വീർ മേ ക്യാ ഹേ. ഒരു തസ്വീർ തന്നിട്ട് തസ്വീർ മേ ക്യാ ഹേ എന്ന് ചോദിക്കാം വേണമെന്നുണ്ടെങ്കിൽ. ചിലപ്പോൾ ഈ ഏ ഗർ ഹേ എന്ന് പറയുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു വീടിൻ്റെ ചിത്രം തന്നിട്ട് എന്നിട്ട് പറയണം തസ്വീർ മേ ക്യാ ഹേ എന്ന് ചോദിച്ചൂടെ? തസ്വീർ മേ ക്യാ ഹേ എന്ന് ചോദിക്കാൻ പറ്റുമല്ലോ. തസ്വീറിൽ എന്താണുള്ളത്? അപ്പം എന്നിട്ട് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അമ്മി, എന്നിട്ട് വീണ്ടും തരുന്നു ഗർ, പിന്നെ സി തരുന്നു തിത്തലി, അപ്പോൾ ഡി വേറെ തരുന്നു പൂൽ. ഇങ്ങനെയൊക്കെ തന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഈ ചോദ്യം നമ്മളൊന്ന് പഠിച്ചു വെക്കണേ. തസ്വീർ മേ ക്യാ ഹേ, തസ്വീർ മേ ക്യാ ഹേ. അതുപോലെ തന്നെ തസ്വീർ മേ കോൻ ഹേ. ചിലപ്പോൾ അമ്മയോ അച്ഛനെയോ ആണ് തന്നെന്നുണ്ടെങ്കിലോ. മനസ്സിലായോ? അപ്പോൾ തസ്വീർ മേ ക്യാ ഹേ എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ നിർബന്ധമായും പഠിക്കണം. അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഏതെങ്കിലും ചിത്രം തന്നിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അത് ഞാൻ വീണ്ടും പറയുന്നില്ല, നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തത് നോക്കട്ടെ. ഇതാ ഇവിടെ ഈ അബ്ബാജാൻ എന്നുള്ള വാക്ക് പഠിക്കണം. കണ്ടല്ലോ, അബ്ബാജാൻ. അതേപോലെ തന്നെ ആയേ, കണ്ടോ? അബ്ബാജാൻ ആയേ എന്നാണ് പറയുക. ഓക്കെ, അബ്ബാജാൻ ആയേ എന്നാണ് പറയുന്നത്. അത് നിർബന്ധമാണ്. അബ്ബ, അമ്മി എന്നുള്ള വാക്കുകളൊക്കെ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ബാസാർ എന്നുള്ള വാക്ക് എന്തായാലും നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഹം കഹാ സേ ആം ലാത്തേ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചോദ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. ഹം കഹാ സേ ആം ലാത്തേ ഹേ, നമ്മൾ എവിടെ നിന്നാണ് മാങ്ങ വാങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്നിട്ട് ഓപ്ഷൻ തരികയാണ്. എ ഗർ, ബി സ്കൂൾ, സി ബാസാർ,
ഡി മൈദാൻ. ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയണം? ഈ ബാസാർ എന്നുള്ള വാക്ക് അറിയണം അല്ലേ? അപ്പോൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ബാസാർ വേണം. ഈ ആം എന്നുള്ള വാക്ക് വേണം. മാങ്ങയുടെ ചിത്രം തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് തസ്വീർ മേ ക്യാ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആം ആണെന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പോൾ അതറിയണം. ഈ ആം എന്ന് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കൂ, അബ്ബാജാൻ എന്നുള്ള വാക്ക്. ഈ അബ്ബാജാൻ എന്നുള്ള വാക്ക് പഠിക്കണം കേട്ടോ. ഈ അബ്ബാജാൻ മാത്രമല്ല, അബ്ബാജാൻ എന്ന് പറയുന്ന സമയത്ത് അബ്ബാജാൻ ആയേ, അതേപോലെ അബ്ബാജാൻ ലായേ, അങ്ങനെ വരിക. എ സൗണ്ടിലാണ് ആ സെൻറ്റൻസ് അവസാനിക്കുക. അത് മനസ്സിലാക്കുക. അതേസമയം അമ്മിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അമ്മയാണെന്നുണ്ടെങ്കിൽ അത് ആയി എന്നായിരിക്കും. മനസ്സിലായോ? കണ്ടോ? ഇതാ അബ്ബ ആയേ, അബ്ബ ആയേ, അതുപോലെ തന്നെ ആം ലായേ. കണ്ടോ? അമ്മിയാവുമ്പോഴോ അമ്മി ആയി. ഇത് മനസ്സിലാക്കണം. സ്ത്രീകളുടെ എപ്പോഴും ഈ എന്നുള്ളതിലും അതുപോലെ തന്നെ പുരുഷന്മാരുടെ അല്ലേ, അഥവാ അബ്ബ, ദാദ, ചച്ച അങ്ങനെയുള്ളവൻ്റെയൊക്കെ എ സൗണ്ടിലുമാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മേരി അമ്മി എന്നേ പറയുന്നത് കേട്ടോ, മേരി അമ്മി. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം. അത് മറ്റേ അച്ഛനാണെന്നുണ്ടെങ്കിൽ അതെന്തായിപ്പോയി? അബ്ബ ആയേന്നായി. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ ഇവിടെ കണ്ടോ, ദാദി ആയി. അതുപോലെ ദാദ ആയപ്പോൾ എന്തായത്? ആയേ. അതുമാതിരി ദാദ ആം കായേ. കണ്ടില്ലേ? ഇത് മനസ്സിലാക്കണം. ബയ്യ വന്നപ്പോഴും കണ്ടില്ലേ? ആയേ. ബഹന വന്നപ്പോൾ കണ്ടില്ലേ? ആയി. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വാക്കുകളും പഠിക്കണം. ബഹൻ, ബായി, ദാദ, ദാദി, അമ്മി, അബ്ബ. പിന്നെ അവരുടെയൊക്കെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ശബ്ദങ്ങൾ ആ സെൻറ്റൻസിൽ അവസാനിക്കുന്നത് അത് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അമ്മിയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അമ്മി ആയി അല്ലേ? അതുമാതിരി ദാദി ആണെങ്കിലോ ദാദിയും ആയി. അതുമാതിരി ബഹൻ ആണെങ്കിലോ ബഹനും ആയി എന്നാണ് പറയുന്നത് അല്ലേ? ദാദ ആണെങ്കിൽ ആയേ ആണ്. അതുപോലെ തന്നെ അബ്ബയാണെങ്കിലും ആയേ ആണ്. അതുപോലെ ബായി ആണെങ്കിലോ ബായി അല്ലെങ്കിൽ ബയ്യൊക്കെ ആണെങ്കിലും ആയേ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇതിലെങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യം തരാം. ഇതിൽ ഇങ്ങനെ ചോദിക്കാം, ഇസ്മേ നാ സ്വഹീഹ്, നാ സ്വഹീഹ് കോൻ സാഹെ. നാ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താ? നാ സ്വഹീഹ് ശരി അല്ലാത്തത്, ശരി അല്ലാത്തത് കേട്ടോ. അപ്പോൾ ഈ ചോദ്യം മനസ്സിലാക്കണം. ഒരു നാ സ്വഹീഹ്, നാ സ്വഹീഹ്. ഓക്കെ, നാ സ്വഹീഹ് ശരിയല്ലാത്തത്. വെറും ശരിയായത് എന്നാണെങ്കിൽ ഈ സ്വഹീഹ് മാത്രമേ വരുള്ളൂ. ഓക്കെ, സ്വഹീഹ് മാത്രമേ വരുള്ളൂ. ശരിയായത് എന്നുള്ളതിനെ നാ ചേർന്ന് വന്നാൽ അത് ശരി അല്ലാത്തത് എന്നാണ്. ഓക്കെ, ഇനി ഇതിൽ നോക്കൂ. ഇപ്പോൾ ഇതിൽ ഞാൻ എന്താണ് ചോദ്യം? ഇസ്മേ നാ സ്വഹീഹ് കോൻ സാഹെ എന്നുള്ള ചോദ്യം തന്നു. എന്നിട്ട് അമ്മി ആയി, ദാദി ആയി, ബഹൻ ആയി, എന്നുമാതിരി അടുത്തതും തന്നു ഞാൻ ബായി ആയി. ഇതാണ് ഓപ്ഷൻസ് തന്നതെന്ന് വിചാരിക്കുക. എ ബി സി ഡി അല്ലേ? അപ്പോൾ ഇതിലേതാണ് ഉത്തരം? ഇതാണ് അല്ലേ? കാരണം ബായി എന്താ വരേണ്ടത്? ബായി അല്ലെങ്കിൽ ബയ്യൊക്കെ എന്താ വരിക? ആയേ ആണ് വരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇതിലെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിപ്പോൾ ആയി തന്നെ വരണം എന്നില്ല. കായി, ലായി. മനസ്സിലായോ? ഏത് ഇത് വേണമെങ്കിലും തരാൻ പറ്റും, ഏത് വാക്കുകൾ വേണമെങ്കിലും തരാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഒരു ചിഹ്നം എ എന്നുള്ളതാണ് ആണുങ്ങൾക്കുള്ളത്, ഈ എന്നുള്ളത് സ്ത്രീകൾക്കുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് അടുത്ത ചിത്രത്തിൽ പറയാം കേട്ടോ. ഇവിടെ നോക്കൂ, ഇങ്ങനെ നമുക്ക് പറയാലോ. തസ്വീർ മേ ക്യാ ഹേ എന്നുള്ള ചോദ്യം തരുന്നു വീണ്ടും. തസ്വീർ മേ ക്യാ ഹേ അല്ലെങ്കിൽ കോൻ ഹേ കേട്ടോ. തസ്വീർ മേ കോൻ ഹേ. എന്നിട്ട് ഇങ്ങനെ ഒരു ചിത്രം തന്നു. ഇവിടെ ദാദി തന്നിട്ടില്ല. എ ഡാഷ് ഹേ തന്നൂടെ? എ ഡാഷ് ഹേ തന്നാൽ എങ്ങനെ എഴുതും നമ്മൾ? ഇത് ദാദിയാണെന്ന് അറിയണം വേണ്ടേ? എങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ദാദിയാണ്, ഇത് ദാദയാണ്, അതുപോലെ തന്നെ ഇത് അബ്ബയാണ്, ഇത് അമ്മിയാണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അമ്മി, അബ്ബ, ദാദി, ദാദ അല്ലേ? എങ്ങനെയും ചോദിക്കാം. തസ്വീർ മേ കോൻ ഹേ എന്ന് ചോദിക്കാം, ഏ കോൻ ഹേ എന്ന് ചോദിക്കാം. മനസ്സിലായോ? തസ്വീർ മേ കോൻ ഹേ എന്ന് വെച്ചാൽ ചിത്രത്തിൽ ആരാണ്. ഏ കോൻ ഹേ എന്നാണെങ്കിൽ ഇത് ആരാണ്? ഓക്കെ, ഇനി ഇതിൽ നിന്ന് അടുത്തതായി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്.
ഇപ്പം നോക്കൂ, ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ലെപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്ക് അല്ലേ. ലെപ്സ് അമ്മി മേ കിത്തനെ ഹുറൂഫ് ഹേ. എന്താ അതിൻ്റെ അർത്ഥം? അമ്മി എന്ന വാക്കിൽ എത്ര ലെറ്റേഴ്സ്, എത്ര അക്ഷരങ്ങളുണ്ട്? അമ്മി എന്നുള്ള വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഓപ്ഷൻസ് തരും. എ 4, ബി 3, സി 5, ഡി 6 ഇങ്ങനെയൊക്കെ തന്നു എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എത്ര എഴുതും? എന്തായാലും 5ഉം 6ഉം എഴുതാൻ പോകുന്നില്ല അല്ലേ. നമുക്ക് അത്യാവശ്യം അറിയാം. ചിലപ്പോൾ നമ്മൾ 3, 4 ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. 3 ആണോ 4 ആണോ? അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക. ഈ അമ്മി എന്നുള്ള വാക്ക് എങ്ങനെ ചേർന്നതാണ്? അലിഫും മീമും യാവും കൂടി ചേർന്നതാണ് അമ്മി എന്നുള്ള വാക്ക്. എന്ന് വെച്ചാൽ ഈ ഷദ് വന്നപ്പോൾ എന്താ ഇത്? മീമിനെ കനപ്പിച്ചതാണ് അല്ലേ. എന്ന് വെച്ചാൽ ഇരട്ടിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ വരിക? ഈ ചാറാണ്. അപ്പോൾ ഓരോ വാക്കിലും ഷദ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അത് ഒരു അക്ഷരമായിട്ട് കണക്ക് കൂട്ടും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചിഹ്നം, ഈ യാ, ഇതൊരു ചിഹ്നമല്ലേ? നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മി എന്ന് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതും അല്ലേ. അപ്പോൾ ഇത് നമ്മളൊരു അക്ഷരമായിട്ട് കണക്ക് കൂട്ടുന്നില്ല, അതൊരു ചിഹ്നമാണ്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉറുദുവിൽ? അതൊരു അക്ഷരമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കുക, ഈ ചിഹ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതാണ്. അതുമാതിരി ഷദ് വന്നു കഴിഞ്ഞാൽ അത് 2 അക്ഷരമാണ്. അതിപ്പോൾ ഇതിൽ ഏത് വാക്കുകൾ വേണമെങ്കിലും തരാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തത് ദാദി എന്ന് പറഞ്ഞാൽ ആരാ? ദാദി എന്ന് പറഞ്ഞാൽ അബ്ബാക്കി അമ്മിയാണ്. ആര്? ദാദി, അബ്ബയുടെ അമ്മ. അതുമാതിരി ദാദയാണെന്നുണ്ടെങ്കിൽ അബ്ബ കെ അബ്ബയാണ്. ആര്? ദാദ. മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ദാദാ കോൻ ഹേ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണ്ടേ? അപ്പോൾ ഇതാരാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ദാദി. ഓക്കെ. ഇനി ഒരു നാനി ഉണ്ട്. നാന എന്ന് പറഞ്ഞാൽ ആരാണ്? അത് അമ്മി കെ അബ്ബയാണ്. അമ്മയുടെ അച്ഛനാണ് ആര്? നാന. നാനി ആണെങ്കിലോ? നാനി അമ്മിക്ക് അമ്മിയാണ്. ഓക്കെ. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ ഒരു ചച്ച വരുന്നുണ്ട് അല്ലേ. നമുക്ക് ചച്ച നമ്മുടെ അടുത്ത പാഠത്തിൽ വരുന്നത്, അതും കൂടി നമുക്ക് പറയാം. ചച്ച ആരാണ്? ചച്ച അബ്ബാ കെ ബായി ആണ്, അച്ഛൻ്റെ സഹോദരനാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഈ റിഷ്തദാറുകളുടെ പേര് പഠിച്ചു വെക്കണം. റിഷ്തദാർ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ. ഓക്കെ. റിഷ്തദാർ. ഇനിയിപ്പോൾ ഈ നോക്കൂ, ഈ റിഷ്തദാർ എന്നുള്ളതിൽ എത്ര വാക്കുണ്ട്? എത്ര അക്ഷരങ്ങളുണ്ട്? നമുക്ക് 1 റ അല്ലേ, ഷീന് തേ, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാല് വരുന്നുണ്ടല്ലേ, അത് ഈ ഹ എന്നുള്ള അക്ഷരമാണ്. അപ്പോൾ ഇതൊരു അക്ഷരമായിട്ട് കൂട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഇതിൽ 7 അക്ഷരങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏത് വാക്ക് തന്നാലും അതിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നിന്നുള്ളതായില്ലേ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ ആം എന്നുള്ള വാക്ക് പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അബ്ബ ആം ലായി, അമ്മി ആം ലായി, ദാദി ആം ലായി, ദാദാ ആം ലായി. അപ്പോൾ ഇത് മറക്കരുത്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ അത്യാവശ്യമൊക്കെ കഴിഞ്ഞു. പിന്നെ അബ്ബ അമ്മി, ദാദാ ദാദി, ബായി ബഹൻ ഇതൊക്കെ എഴുതുന്ന രീതി കൃത്യമായി പഠിക്കണം. ഓക്കെ. അക്ഷരങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. ഇതിൻ്റെ സ്പെല്ലിങ്ങുകൾ കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ഇവിടെ ഗർ മേ അബ്ബാഹെ. ഗർ മേ അബ്ബാഹെ എന്ന് പറഞ്ഞാലാണ് വീട്ടിൽ അബ്ബയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജുംല തരികയാണ്. നോക്കൂ, അതിനൊരു ചോദ്യം നമുക്കിവിടെ മോഡൽ ചെയ്യാം കേട്ടോ. ഇസ്മേ സ്വഹീഹ് ജുംല കോൻസാഹേ എന്നാണ് ചോദ്യം. അതായത് എന്താ? ഇതിൽ ശരിയായ വാചകം ഏതാണ് എന്നാണ് ചോദ്യം. എന്നിട്ട് തരുന്നു എ ഗർ സേ അബ്ബാ ഹേ, घर का अब्बा है, सी घर को अब्बा है, डी घर में अब्बा है.
ഈ സേ നമ്മൾ മാറ്റുകയാണ്, നമ്മൾ സേ പഠിക്കുന്നില്ല. അപ്പം ഞാൻ ഗർ പർ ആണ് ആക്കുന്നത് കേട്ടോ. ഗർ പർ അബ്ബാഹെ, ഗർക്ക അബ്ബാഹെ, ഗർക്കോ അബ്ബാഹെ, ഗർമേ അബ്ബാഹെ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ട് അർത്ഥം വരുന്ന വാചകം എന്ന് പറയുന്നത്? ഗർമേ അബ്ബാഹയാണ്. മനസ്സിലായോ? ഗർമേ അബ്ബാഹയാണ്. ഗർമേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇൽ എന്നുള്ള അർത്ഥമാണ്, വീട്ടിൽ. ഓക്കെ, വീട്ടിൽ. ഈ മേ ഫസ്റ്റ് വരികയാണെങ്കിൽ, ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റാണ് മേ വരിക എന്നുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കും അർത്ഥം? ഞാൻ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഗർമേ അബ്ബാഹെ, ഉള്ളിൽ, വീട്ടിൻ്റെ അകത്ത് എന്നൊക്കെ ഉള്ളതാണ് അല്ലേ. വീട്ടിൽ, സ്കൂളിൽ, ബാഗിൽ എന്നൊക്കെ പറയില്ലേ, അതാണിത്. ഈ പർ വന്നാൽ എന്താണ്? അത് നമുക്ക് അടുത്തതിൽ പറയാം അല്ലേ. അടുത്ത പാഠഭാഗത്തിൽ ആ പർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാഠം കംപ്ലീറ്റ് ആണ്. ആദ്യത്തെ പാഠം നമ്മൾ ഏകദേശം എല്ലാം പഠിച്ചു കേട്ടോ. പിന്നെതാ ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അല്ലേ. ഇത് ആം ആണ്, ഇത് അനാറാണ്. ചിത്രം തന്നിട്ട് ചോദിക്കാമല്ലോ, ഏ ക്യാ ഹേ ചോദിച്ചൂടെ? ഈ അനാർ ഹേ എന്ന് അറിയണം അല്ലേ. ഇത് അതുപോലെയുള്ള ഇത് കണ്ടോ, ഇവിടെ മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയണം. അതേപോലെ തന്നെ ഇതാ ഇവിടെ നോക്കൂ, അനാറ്, അതുപോലെ തന്നെ അമരൂദ്, ഇതൊക്കെ പഴങ്ങളുടെ പേരാണ്. ആം, ഇതൊക്കെ പഴങ്ങളുടെ പേരാണ്. ഇതൊക്കെ തന്നിട്ട് ഇതിൻ്റെ കൂടെ ആലും കൂടെ തന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ചോദിക്കുകയാണ് ഒരു ചോദ്യം, ഇസ്മേ നാ മുനാസിബ്, നാ മുനാസിബ് കോൻ സാ ഹേ. എന്താ നാ മുനാസിബ്? നാ മുനാസിബ് എന്ന് പറഞ്ഞാൽ അനുയോജ്യമല്ലാത്തത്. എന്താണ്? അനുയോജ്യമല്ലാത്തത്. നമ്മൾ ഓഡ് മാൻ എന്നൊക്കെ പറയില്ലേ, ഓഡ് വൺ എന്നൊക്കെ പറയില്ലേ, അത്. ഓക്കെ, വെറും മുനാസിബ് വന്നാലോ? വെറും മുനാസിബാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായത്. അപ്പോൾ ഈ വേർഡ്സ് പഠിച്ചു വെക്കണം കേട്ടോ. ചോദ്യം മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. മുനാസിബ് അനുയോജ്യമായത്, നാ മുനാസിബ് അനുയോജ്യമല്ലാത്തത്. എന്നിട്ടാണ് ഓപ്ഷൻ തരുന്നത്. എ അനാർ, ബി ആലു, സി അമരൂദ്, ഡി ആം. അപ്പോൾ നമ്മൾ നോക്കണം ഓരോ ഓപ്ഷനും എന്താ കാര്യങ്ങൾ നോക്കണം അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? യെസ്, ആലു ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. കാരണം ആലു ഒരു പച്ചക്കറിയാണ്, ബാക്കി ഇതെല്ലാം പഴങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും തരിക. ഇപ്പോൾ ഈ നാ മുനാസിബിന് ഇതിൽ വേറെയും തരാം ചോദ്യങ്ങൾ. ഇപ്പോൾ എ ദാദാ, ബി ദാദി, സി ഉസ്താദ് അല്ലെങ്കിൽ ടീച്ചർ. ഉസ്താദ് വേണ്ട അല്ല, ടീച്ചർ എന്നാക്കാം. നമ്മൾ ടീച്ചർ എന്നുള്ള വാക്കല്ലേ പഠിക്കുന്നത്. ടീച്ചർ. ഡി അബ്ബ. അപ്പോൾ ഇതിലേതാണ് ഞാൻ മുനാസിബ്? ഞാൻ മുനാസിബ് ഏതാണ്? ടീച്ചറാണ്. ഓക്കെ, അപ്പം അങ്ങനെയും തരാം. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഓരോ ഓപ്ഷനും എന്താണ് എന്നുള്ളത് കറക്റ്റാക്കി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെസൺ ഇവിടെ കഴിയാണ്. നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അടുത്ത പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു ചെറിയ കാര്യങ്ങളും കൂടെ വേണ്ട, അത് അടുത്ത അതിൽ തന്നെ പറയാം അല്ലേ. ഇനി അടുത്ത പാഠഭാഗത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സബക്ക് ദോയിലെ ആങ്കൺ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കണം കേട്ടോ. ആങ്കൺ എന്താണ്? മുറ്റമാണ്. ഇത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യത്തിലേക്ക് വരിക? ഇപ്പോൾ ഈ ഒരു ചിത്രം തന്നു, ഈ ഒരു ചിത്രം തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. നൂരി കഹാഹേ എന്ന് ചോദിച്ചൂടെ? നൂരി കഹാഹേ അല്ലേ, ഇങ്ങനെ വേണം. ചിത്രവും തരാലോ. നൂരി കഹാഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയണം അല്ലേ, മുറ്റം എന്നുള്ളതിനുള്ള വാക്ക് എന്താണെന്നുള്ളത് അല്ലേ. നൂരി എവിടെയാണ്? ആങ്കൺമേ അല്ലേ. നൂരി ആങ്കൺമേ. നമുക്ക് എന്നിട്ട് ഓപ്ഷൻ തന്നൂടെ? അപ്പം അങ്ങനെ തരികയാണ്, ആങ്ക്മേ. എന്നിട്ട് ബി തന്നു, ഗർമേ. ചിലപ്പോൾ വീട്ടിലാണെന്ന് നമ്മൾ എഴുതി പോകും, പക്ഷെ അങ്ങനെയല്ല. എവിടെയാ? മുറ്റത്താണ് അല്ലേ, ആങ്കൺമേ. ഇനി ഡി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ വാക്കറിയണം. ആങ്കൺ എഴുതിയത് വൃത്തിയില്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ആങ്കൺ എന്നുള്ള ആ ഒരു സംഭവം. ഓക്കെ, ആങ്കൺ നമ്മൾ പഠിക്കണം കേട്ടോ. പിന്നെ അതേമാതിരി നമ്മുടെ പൂച്ചയുടെ പേരെന്താ? ബില്ലി അല്ലേ, ബില്ലി. കണ്ടോ, ബില്ലി കെ സാത്ത് ഖേൽ തീഹെ. നമ്മുടെ നൂരി പെണ്ണായതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വന്ന്? ഖേൽ തീഹെ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്തത് കണ്ടോ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ മിഠായി എന്നുള്ള വാക്ക് നമ്മൾ എഴുതാൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, മിഠായി 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 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റിത്തരാം. എന്നിട്ടതിൽ ശരിയായത് ഏതാണെന്നും ചോദിക്കാം. മനസ്സിലായോ? എങ്ങനെ ചോദിക്കാം? ഇസ്മേ സൊഹീഹ് കോൻസാ ഹേ എന്നാണ് താഴെ ഇങ്ങനെ ഇവിടെ എഴുതുന്നു ഞാൻ. സൊഹീഹ് കോൻസാ ഹേ എന്ന് ചോദിച്ചിട്ട് മിഠായി ഇങ്ങനെയൊക്കെ എഴുതാണ്. ഇങ്ങനെയൊക്കെ എഴുതിക്കൂടെ? അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് എഴുതാൻ പഠിക്കണം, മിഠായി എന്നുള്ള വാക്ക്. ഓക്കെ, അപ്പോൾ ഈ ചച്ച എന്നുള്ള വാക്കൊക്കെ നമ്മൾ പഠിക്കുക. ഇതിൽ ഓരോ വേർഡ്സിൽ നിന്നും ആയിരിക്കും ചോദ്യം വരിക. ഇനി അടുത്തത് ഈ ചോദ്യപദങ്ങൾ നമ്മൾ പഠിക്കണം കേട്ടോ. കഹ, എവിടെ, കോൻ, ആര്, അതുപോലെ ക്യാ, എന്ത്, ഇതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യണം, പഠിക്കേണ്ട ആവശ്യമാണ്. ഇതൊക്കെ ചോദ്യപദങ്ങളാണ്. ഇതിൽ നിന്നാണ് നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പഠിക്കണം. ഓക്കെ, ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതുണ്ട്. കണ്ടോ, മേരാ നാം നൂരി ഹേ എന്നാണ് പറഞ്ഞത്. മേരാ നാം നൂരി ഹേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, മേര എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് എപ്പോഴും ഹേയിലായിരിക്കും. എവിടെയാണ്? ഹേയിൽ. മേരാ ഹേയിലാണ്. അതുപോലെ മേ പാഞ്ച്വേ ജമാഅത്ത് മേ പഠിത്തി ഹും. കണ്ടോ, മേ ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഹുമ്മിലായിരിക്കും അവസാനിക്കുക. ഓക്കെ, മേ ഹും. മേരേ എന്ന് വെച്ചപ്പോൾ അതെന്തായി? ഹേ ആയില്ലേ? മേരേ എന്ന് പറഞ്ഞപ്പോൾ മേരേ ഗർ മേ എന്നുള്ളതിലൊക്കെ എന്തായി? ഹേ ആയിട്ടുണ്ട്. പിന്നെ മേര ജോസഫ് മേര ദോസ്ത് ഹേ. ഈ മേരേ ഗർ മേ അമ്മി അബ്ബ ദാദ അത് ഒരുപാടെണ്ണം ഉള്ളത് കൊണ്ടാണ് ഹേ ആയത്. ഓക്കെ, ഹേ ആയത്. ഇത് മനസ്സിലാക്കുക. മേര എന്ന് പറയുമ്പോൾ എപ്പോഴും ഹേയിലാണ്, മേ എന്ന് പറയുമ്പോൾ എപ്പോഴും ഹുമ്മിലാണ്. ഓക്കെ, അതുമാതിരി തേര എന്നാണെങ്കിലോ, തേര എന്ന് പറഞ്ഞാലും അത് ഹേയിലായിരിക്കും അവസാനിക്കുക. തുമാര എന്നാണെങ്കിലോ, തുമാര എന്നാണെങ്കിൽ അതും ഹേയിലാണ് അവസാനിക്കുക. അഥവാ തുമ്മിലാണെന്നുണ്ടെങ്കിൽ അത് ഹോയിലായിരിക്കും അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക. ഇസ്മേ മുനാസിബ് കോൻസാ ഹേ, നാ മുനാസിബ് കോൻസാ ഹേ, സൊഹീഹ് ജുംല കോൻസാ ഹേ, നാ സൊഹീഹ് ജുംല കോൻസാ ഹേ, അല്ലെങ്കിൽ ഒലത്ത് ഇസ്മേ ഒലത്ത് കോൻസാ ഹേ. ഒലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്. ഇതിൽ തെറ്റായത് ഏതാണ്? ഇത്രയൊക്കെ തന്നെയാണ് ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ മുനാസിബും നാ മുനാസിബും സൊഹീഹും നാ സൊഹീഹും ഒക്കെ പഠിച്ചു. ഇത് പഠിക്കാത്തത് ഒന്നായതുകൊണ്ടാണ് ഈ പറഞ്ഞത് പോലെ തെറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. കണ്ടോ, അടുത്തത് ഇവിടെ ആപ്പ് കെ ഗർമേ കോൻ കോൻ ഹേ. ആപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ മേരെ വന്നപ്പോൾ ഇവിടെ ഹേ തന്നെയാണ് വന്നത്. ഒരുപാട് കോൻ കോൻ എന്ന് വെച്ചപ്പോൾ ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് ഹേ വന്നത്. പിന്നെ ഇവിടെ വീണ്ടും ആ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ, മേ ഹും അല്ലേ. മേ വരുമ്പോൾ എപ്പോഴും ഹും ആണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗം നോക്കാം. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വീണ്ടും നമ്മൾ പറയണ്ടല്ലോ, ആങ്കൺ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആങ്കൺ മേ ഹേ, പിന്നെ മിഠായി ഹേ, ഇതൊക്കെ നമ്മൾ പഠിക്കുക. നൂരി കെ പാസ്, ഈ ഒരു ചിത്രം തന്നിട്ട് ഇതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂരി കെ പാസ് ബില്ലി ഹേ. ഓക്കെ, അപ്പോൾ നമുക്കറിയില്ല, നമ്മളെല്ലാം പഠിച്ചു വയ്ക്കാം. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഈ ഒരു ചിത്രമാണെങ്കിൽ നമുക്ക് തരാൻ പറ്റും അല്ലേ. യേ ക്യാ ഹേ, യേ കോൻ ഹേ, യേ ക്യാ ഹേ എന്നൊക്കെ ചോദിച്ചുകൂടെ. ബക്കരി, പതങ്ക്, തോത്ത, ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഡാഷ് രീതിക്ക് തരാം. ടോപ്പി, ടമാറ്റർ, സമർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതിലൊക്കെ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക. ഇപ്പോൾ ടമാറ്റർ നോക്കുകയാണെങ്കിൽ 5 അക്ഷരമുണ്ട്, ടോപ്പി ആണെങ്കിൽ 4 അക്ഷരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പാഠം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ പാഠത്തിൽ നോക്കൂ.
ഈ ദോസ്ത് എന്നുള്ള വാക്ക് പഠിച്ചു വെക്കണേ, ദോസ്ത് കേട്ടോ. ദോസ്ത് എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടുകാരൻ എന്നുള്ള ആ ഒരു വാക്ക്. പിന്നെ ഇതിൽ കണ്ടോ, അവിടെ ബഡ എന്നുണ്ട്, ഇവിടെ ചോട്ട എന്നുണ്ട്. ഈ ബഡായും ചോട്ടയും എന്താണ്, സിദ്ധാണ് അല്ലേ, അഥവാ ഓപ്പോസിറ്റുകളാണ്. അപ്പോൾ ഇതിൽ ഓപ്പോസിറ്റുകൾ നമുക്കൊന്ന് നോക്കാം. അമ്മി, അബ്ബ, ദാദി, ദാദ, അതേപോലെ ബഹൻ. ഓക്കെ, ബഹൻ, ബായി ബഹൻ എന്നാണ് ഞാൻ എഴുതിയത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ബായി ബഹൻ ബായി, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. പിന്നെ അടുത്തത് ചോട്ട ബഡ അല്ലേ, ചോട്ട, അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ബഡ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇതൊക്കെ ഓപ്പോസിറ്റാണ്. അപ്പോൾ സിദ് ക്യാ ഹേ എന്ന് ചോദിക്കാം. അപ്പോൾ ചോട്ട ബഡ, ചോട്ട ചെറുത്, ബഡ വലുത് എന്ന് നമുക്ക് അറിയണം. ഓക്കെ അല്ലേ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി ദാദാ ദാദി കണ്ടില്ലേ, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, നമ്മളത് നോക്കി വെക്കണം. ഇവിടെ ഹമാര വന്നപ്പോൾ ഇവിടെ ഹേ ആണ് വന്നത്, കണ്ട, ഹമാര. അതേസമയം ഹമാരേ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഹേ വരും. ഓക്കെ, മേര എന്ന് വന്നപ്പോൾ അവിടെ ഹേ ആണ് വന്നത്. മേരേ ആണെങ്കിൽ അത് ഹേ ആയി മാറും, ഈ ഹേ അല്ലേ. അതേസമയം മേരി ആണെങ്കിലും അത് ഹേ തന്നെ വരിക. ഈ ഹമാര ആണെങ്കിൽ ഈ ഹേയിൽ അവസാനിക്കും. അതേസമയം ഹമാരേ ആണെങ്കിലോ ഹേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കൂ, ഈ കമരേ എന്നുള്ള വാക്ക് പഠിച്ചു വയ്ക്കുക. റൂം, കമരേ എന്ന് വെച്ചാൽ റൂമാണ് കേട്ടോ, റൂം, അത് പഠിച്ചു വെക്കണേ. ഇനിയിപ്പോൾ ഈ വാക്കുകൾ കണ്ടില്ലേ, പങ്ക, പങ്കയുടെ അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് പഠിക്കണം. മേസ്, കുർസി, ഗഡി, ഗഡിയൊക്കെ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇങ്ങനെ തന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഓരോ രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഈ ക്യാ ഹേ എന്ന് ചോദിച്ചിട്ട് ഈ ഗഡി പിന്നെ കടി എന്നൊക്കെ പറഞ്ഞ് കുറേ തരാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ. അടുത്തത് അൽമാരി. ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കമ്രേ മേ പലങ്ക് ഹേ, കണ്ടോ, കമ്രേ മേ പലങ്ക്, പലങ്ക് എന്താണ്, കട്ടിൽ. ഈ കമ്രേ മേ എന്ന് പറഞ്ഞാൽ എന്താ, മുറിയിൽ അല്ലെങ്കിൽ റൂമിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അൽമാരിയൊക്കെ അങ്ങനെയാണ് എഴുതുക അല്ലേ. മേസ്, ഓർ, കുർസി, ഹേ, ഇതെല്ലാം കണ്ടോ. ഇതിൽ നോക്കൂ, കമ്രേ മേ അൽമാരി ഹേ ആണ് വന്നത്. അതേസമയം രണ്ടെണ്ണം വന്നപ്പോൾ ഇവിടെ എന്ത് വന്നു, ഹേ വന്നു അല്ലേ. വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരെണ്ണം ആണെങ്കിലാണ് ഹേ, രണ്ടെണ്ണം ആണെങ്കിൽ എന്ത് വരും, ഈ ഹേ എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ദീവാർ പർ, ദീവാർ പർ എന്നാണ് വന്നത്. ഓക്കെ, ഇവിടെ കമരേ മേ ആണ് വന്നത്, പക്ഷെ ഇവിടെ വന്നത് എന്താ, ദീവാർ പർ ആണ്. ദീവാർ പർ ഗഡി ഹേ എന്നാണ് നമ്മൾ എഴുതുക. ദീവാർ പർ ഗഡി ഹേ എന്ന് വെച്ചാൽ എന്താ, ദീവാറിൻ്റെ മുകളിൽ, ദീവാറിൽ, ചുമരിൽ എന്നർത്ഥം. ഇവിടെ നോക്കൂ, ഇവിടെ കമരേ മേ എന്ന് പറഞ്ഞാലും മുറിയിൽ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ അതുമാതിരി തന്നെ ചുമരിൽ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ഇവിടെ പർ വന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ മേ വന്നത്, എന്താ കാരണം, കമരേ മേ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം തുറന്നാലാണ് കാണാൻ പറ്റുള്ളൂ, അതിൻ്റെ ഉള്ളിൽ കട്ടിൽ അല്ലേ. അതേസമയം ദീവാർ നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ല, ദീവാർ കുത്തി പൊളിക്കേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ക്ലോക്ക് ഉണ്ടോ എന്ന് കാണാൻ ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതാണ് വ്യത്യാസം, മനസ്സിലായല്ലോ. അപ്പം നമ്മൾ അലമാരയുടെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അൽമാരി പർ എന്നാണ് പറയുള്ളൂ. അൽമാരി പർ ബോത്തൽ ഹേ എന്ന് പറയും. അതേസമയം ഇവിടെ ഞാനൊരു ബോത്തൽ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അൽമാരി മേ ആണ് പറയുക. ഓക്കെ, അതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായല്ലോ അതിൻ്റെ എന്താണെന്ന്. ഒന്നും കൂടി ഒരു ഉദാഹരണം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, മേശയുടെ അകത്ത് ഒരു വലിപ്പുണ്ട്, ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു കലം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പറയും നമ്മൾ, എന്താ പറയുക, മേസ് മേ കലം ഹേ എന്നാണ് പറയുക. മേസ് മേ കലം ഹേ. ഓക്കെ, അതേസമയം ഞാൻ ഇവിടെയാണ് ഒരു കലം വെച്ചത് എന്നുണ്ടെങ്കിലോ, മേശയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് മേസ് പർ ആകും. അതാണ് വ്യത്യാസം, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പർ മേ പഠിക്കുക, ഈ വാക്കുകൾ പഠിക്കുക. ഇനി അടുത്തത് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, നോക്കൂ. യേ മേരെ അബ്ബ ഹേ, യേ മേരി അമ്മി ഹേ. കണ്ടോ, അബ്ബ എന്ന് വരുന്നതിന് മുന്നേ ഇവിടെ മേരെ ആണ് വന്നത്, ഇവിടെ ഹേം എന്നുള്ളത് വന്നു. കണ്ടോ, ഈ ഹേ വന്നു. ഇത് മേരി ആണ് വന്നത്, അമ്മി ആയതുകൊണ്ട് മേരിയാണ് വന്നത്, ഇവിടെ ഹേ തന്നെ. മനസ്സിലായോ? എന്നുവെച്ചാൽ ഇതാണ് ഈ യഥാർത്ഥ സെൻറ്റൻസിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഇതാണ്. ഇത് മേരാ ബായി ആയപ്പോൾ അതെന്തായി, ഹേ ആണ്.
ഓക്കെ, ഇതൊക്കെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളുകളായതുകൊണ്ടാണ് എന്ത് വന്നത് ഇവിടെ ഈ ഹേം. ഇവിടെ ബഹനായപ്പോൾ ഹേ ആണ്. മേരാ ഗേന്ത് വന്നപ്പോൾ അത് ഹേ ആണ്. ഇനി അതേമാതിരി ഇവിടെ ഉണ്ട് ബക്കര ബക്കരി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതുക? ഇവിടെ മേരാണ്, ഇവിടെ മേരിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് മുർ ആ മുർ ഇ. അപ്പോൾ ഇതും നമ്മൾ പഠിക്കണം. ഈ സിദ്ധ് പറഞ്ഞില്ലേ, ഓപ്പോസിറ്റ് പറഞ്ഞില്ലേ, ആ ഓപ്പോസിറ്റിൽ നമുക്ക് ഇതും വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഈ ചിത്രങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കി വെക്കുക. സ്ത്രീലിംഗവും പുല്ലിംഗവും ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം. മുഅന്നസ് ആണ് സ്ത്രീലിംഗം. അടുത്തത് മുസക്കർ ആണ് എന്ത്? പുല്ലിംഗം. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. മനസ്സിലായോ? മുഅന്നസ് ക്യാ ഹേ, മുസക്കർ ക്യാ ഹേ, അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. മുസക്കറിൽ അഥവാ പുല്ലിംഗത്തിൽ എപ്പോഴും എന്തേ വരുള്ളൂ? എന്താ വരിക? രാ എന്നുള്ളത് അല്ലേ? പുല്ലിംഗത്തിൽ. സ്ത്രീലിംഗം ആവുമ്പോൾ അത് ഈ എന്നുള്ള ശബ്ദം. മുർ ആ മുർ ഇ, ബൈല് ഗായേ. കണ്ടോ? അപ്പോൾ ഇതൊക്കെ അത് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. കാള ഇത് പശുവാണ്, ഇത് പെണ്ണാണ്, ഇത് ആണാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ മേര ആണോ, ഇവിടെ മേരിയാണ്, അതെന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ്. വീണ്ടും വീണ്ടും പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാക്കുകളൊക്കെ പഠിക്കേണ്ടതാണ്. ജൂത്ത, ജഗ്, ചാബി, ചിടിയ, ഹൽവ, ഖർഗോഷ്, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അക്ഷരങ്ങൾ വെച്ചിട്ടും നമുക്ക് മുനാസിബ്, മുനാസിബൊക്കെ ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് നോക്കിയിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ. ഇനി ഇവിടെ നോക്കൂ. ഇവിടെ കണ്ടില്ലേ? ഇതിലേതാണ്? ബില്ലി, മ്യാവു മ്യാവു കർത്തി അല്ലേ? അപ്പോൾ എന്താ ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരിക? ബില്ലി കി ആവാസ് ക്യാ ഹേ എന്ന് ചോദിച്ചൂടെ? ബില്ലി കി ആവാസ് ക്യാ ഹേ, ബില്ലിയുടെ ശബ്ദം എങ്ങനെയാണ് ബില്ലിയുടെ ശബ്ദം വരിക? മ്യാവു മ്യാവു ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇതിൽ പിന്നെ ബാക്കി ഏത് ശബ്ദം എന്നാലും നമുക്ക് മനസ്സിലാവും അതൊക്കെ തെറ്റാണ്, ഇതാണ് ശരി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബില്ലീൻ്റെ ആവാസ് മ്യാവു മ്യാവു ആണ്. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇവിടെ നോക്കേണ്ടത് നമ്മൾ ഈ ഹമാവാസ് അൽഫാസുകൾ നോക്കണം കേട്ടോ. ഹമാവാസ് അൽഫാസുകൾ നോക്കണം. ഉടുത്തി, ആജാത്തി, അല്ലെങ്കിൽ ഉടുത്തി, ലഗത്തി എന്നൊക്കെ പറയില്ലേ? ഇങ്ങനെയുള്ള ഹമാവാസ് അൽഫാസുകൾ നോക്കണം. കർത്തി, പെർത്തി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം. കർത്തി, ചൽത്തി. ഈ ഹമാവാസ് അൽഫാസുകളിൽ പറ്റാത്ത ഒരെണ്ണം തന്നിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഇസ്മേ, നാ മുനാസിബ്, കോൻസാ ഹേ അല്ലേ? എന്നിട്ട് എ തരുന്നു ചൽത്തി, ബി തരുന്നു കർത്തി, സി തരുന്നു ലഗത്തി, ഡി തരുന്നു പ്യാരി. അപ്പോൾ ഇതിലേതാണ് ആ മുനാസിബ്? ഇതാണ്. അപ്പോൾ ഹമാവാസ് അൽഫാസുകൾ കറക്റ്റായി പഠിച്ചു വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത്, ഇതൊക്കെ നമ്മൾ ആങ്കിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ആങ്കുകളൊക്കെ. അപ്പോൾ ഹമാവാസ് അൽഫാസുകളിൽ നിന്ന് അങ്ങനെ ചോദ്യം വരാനുണ്ട് കേട്ടോ. ഇനി ബക്കരി പറഞ്ഞാലൊക്കെ അറിയാലോ. പിന്നെ ബക്കരി ക്യാ കാത്തി ഹേ, ബക്കരി ക്യാ കാത്തി ഹേ, ബക്കരി ചാര കാത്തി ഹേ, അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ബക്കരി എന്താണ് കഴിക്കുന്നത്? ചാര കേട്ടോ. ആ വാക്കൊന്ന് പഠിച്ചു വയ്ക്കുക. ബില്ലി ആണെങ്കിൽ നമുക്ക് എഴുതാം, ബില്ലി എന്തൊക്കെ കഴിക്കും? മച്ചലി കഴിക്കും അല്ലേ? മീൻ കഴിക്കും. അല്ലെങ്കിൽ ദൂത് പീത്തി ഹേ അല്ലേ? ദൂത് പീത്തി ഹേ ആണ്. അതേസമയം മച്ചലി കഴിക്കാനുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? കാത്തി ഹേ ആണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. കാത്തി ഹേ കഴിക്കുന്നു, പീത്തി ഹേ കുടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്തത് ഇവിടെ കുറേ ജാൻവറുകളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പം ജാൻവർ എന്ന് പറഞ്ഞാൽ, ജാൻവറോ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്. പാൽത്തു ജാൻവറോ എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗങ്ങളാണ്. ഡൊമസ്റ്റിക് അനിമൽസ് ആണ് എന്ത്? പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഡൊമസ്റ്റിക് അനിമൽസും വരുന്നുണ്ട്, ജംഗലി ജാൻവറും വരുന്നുണ്ട്. ജംഗലി ജാൻവർ എന്ന് പറഞ്ഞാൽ അതാരാണ്? ജംഗലി ജാൻവർ വന്യമൃഗങ്ങൾ. ഓക്കെ, വന്യമൃഗങ്ങളും നമ്മുടെ അവസാനം വരുന്നുള്ള, എന്നാലും നമുക്കിത് പഠിച്ചു വയ്ക്കാം. വന്യമൃഗങ്ങൾ. പാൽത്തു ജാൻവർ ആരാണ്? പാൽത്തു ജാൻവർ വളർത്തുമൃഗം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വളർത്തുമൃഗങ്ങൾ, ഏതൊക്കെയാണ് വന്യമൃഗങ്ങൾ എന്ന് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ കുത്ത, ഖർഗോഷ്, അതുപോലെ ബില്ലി, ബക്കരീനെയൊക്കെ നമുക്ക് എന്താക്കാം? പാൽത്തു ജാൻവർ ആവാം അല്ലേ? ബാക്കി
ഷേറും ബന്ദറും ഒക്കെ ആരാണ്? ജംഗലി ജാൻവറുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, പാൽത്തു ജാൻവറുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ഈ ചിത്രങ്ങൾ ദവാത്ത്, ദർവാസ, ദങ്ക് ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ ഏത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. ഇനി അടുത്തത് ഈ പാഠഭാഗമാണ് അല്ലേ. ഇതിൽ ടീൻ 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 കണ്ടോ, ഇത് ആരുടെ ശബ്ദമാണ്? തോത്തയുടെ ശബ്ദമാണ്. തോത്താക്കി ആവാസാണ് ടീൻ ടീൻ. അപ്പോഴേ നമ്മൾ ബില്ലീൻ്റെ ശബ്ദം പറഞ്ഞില്ലേ, അതുപോലെ തോത്തയുടെ ശബ്ദമാണ് എന്ത്? ടീൻ 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 ടീൻ. അതേപോലെ ഇതാ ഇവിടെ നോക്കൂ, കായേം കായേം എന്ന് പറഞ്ഞാൽ കാക്കയുടെ ശബ്ദമുണ്ട് അല്ലേ. കാക്കയുടെ ശബ്ദം ഇവിടെ വരുന്നുണ്ട് കണ്ടോ, എവിടെയാണ് വരുന്നത്? അത് ഇതാ കായേം കായേം എന്നുള്ളത് കാക്കയുടെ ശബ്ദമാണ്. കൗവാക്ക ആവാസാണ് എന്ത്? ഇത്. ഇനി അടുത്തത് കോഴി വരുന്നുണ്ട്. കോഴിയുടെ ശബ്ദമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നുണ്ട് അല്ലേ, ആ സർഗർമ്മി വരുമ്പോൾ പറയാം. ഇതിൽ തോത്ത എവിടെയാണ് താമസിക്കുന്നത്? സൗരാഹിലാണ്. തോത്ത കഹാ രഹ്താ ഹേ? തോത്ത താമസിക്കുന്നത് സൗരാഹിലാണ്. സൗരാഹ്. ഓക്കെ, സൗരാഹിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പോൾ കവ്വയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം എന്ത്? ഗോൻസല. ഓക്കെ, ഇനിയിപ്പോൾ മുർഇ ആണെങ്കിൽ അത് ഡർബയാണ്. നമ്മളെവിടെയാണ്? ഹം ഗർമെ അല്ലേ, നമ്മളെവിടെയാണ്? ഗർമെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. കവ്വയാണെങ്കിൽ ഗോൻസല, മുർഇ ഡർബയിലാണ്, തോത്ത സൗരാഹിലാണ്. അത് നമുക്കിതിന്ന് പഠിക്കേണ്ട കാര്യമാണ്. അതേമാതിരി പക്ഷികളുടെ പേരുകളുണ്ടല്ലോ, അത് പഠിച്ചു വയ്ക്കുക. ഗോൻസല എന്നൊക്കെ എഴുതാൻ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിലുള്ള മരങ്ങളുടെ പേര് നാരിയൽ കാ പേട്, ആം കാ പേട്, കട്ടൽ കാ പേട്, ഇതൊക്കെ അതിൽ വരുന്നതായിരുന്നു അല്ലേ. നാരിയൽ കാ പേടിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ റിയാസത്തി പേടാണ്, നമ്മുടെ സംസ്ഥാന വൃക്ഷമാണ് എന്ത്? നാരിയൽ കാ പേട്, തെങ്ങ്. ഓക്കെ, കേരളത്തിന് ഈ പേര് വരാനുള്ള കാരണവും നാരിയൽ കാ പേടാണ്. പിന്നെ ഇതിലേതാണ്? ആം കാ പേട്, അതേമാതിരി കട്ടൽ കാ പേട്. ഇതിൽ കട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ റിയാസത്തി പൽ ആണ്, നമ്മുടെ സംസ്ഥാന ഫലമാണ് എന്ത്? കട്ടൽ, ചക്ക. അതേസമയം ആമോ? കൗമി പൽ അഥവാ ദേശീയ ഫലമാണ് ഏത്? ആം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആം, അതുപോലെ തന്നെ കട്ടൽ. ഓക്കെ, നാരിയൽ നമ്മുടെ റിയാസത്തി പേടാണ് കേട്ടോ, നാരിയൽ കാ പേട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് പക്ഷികളെ നമ്മൾ പറയുക പരിന്തോം എന്നാണ്. ഇതാണ് പരിന്ത അല്ലേ, പരിന്ത എന്ന് പറഞ്ഞാൽ പക്ഷി. അപ്പോൾ അത് പഠിച്ചു വെക്കുക. പരിന്തയുടെ പേരും ജാൻവറുകളുടെ പേരും കൂട്ടിക്കലർത്തിയിട്ട് നാമുനാസിബ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലെ ഇസ്മേ പരിന്ത കോൻ ഹേ എന്ന് ചോദിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്തത് കവ്വ, കബൂത്തർ, പ്രാവ്. അപ്പോൾ ഇതൊരു പുതിയൊരു പക്ഷിയാണ് അല്ലേ. അപ്പോൾ നമ്മളിതിൽ ഏകദേശം 4 പക്ഷികളുടെ പേര് പഠിച്ചു അല്ലേ. കവ്വ, കബൂത്തർ, മുർഇ, തോത്ത, ഇതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ ഇവിടെ ഒരാൾ വരുന്നുണ്ട്, കുയിലും വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവാസും വരുന്നുണ്ട്. ഇങ്ങനെയും ചെയ്യാം. ജോഡ് കർ ലിഖിയേ, ചേർത്തി എഴുതൂ അല്ലേ, അങ്ങനെയും ചോദിക്കാം. നമുക്ക് ജോഡിയാക്കി ചേർത്തി എഴുതൂ എന്ന് ചോദിച്ചൂടെ? അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഓപ്ഷൻസ് അറിഞ്ഞിരിക്കണം. കുയിൽ, കോയലിൻ്റെ ശബ്ദമാണ് എന്ത്? കൂക്കു, കോയൽ. ഇനി തത്തേമ്മേൻ്റെയാണ് നമ്മൾ ടീൻ ടീൻ അല്ലേ. കബൂത്തറിൻ്റെ ആണ് ഓം. അടുത്തത് നമ്മുടെ കവ്വയുടെയാണ് എന്ത്? കവ്വയുടെയാണ് കായേം കായ്. ഇതാണ് നമ്മുടെ കോഴിയുടെ കുക്കടോം കോം അല്ലേ. അപ്പോൾ ഈ ആവാസുകൾ പഠിച്ചു വെക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിലും അത് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതൊരു പഹേലിയായിട്ട് തരാൻ വേണമെന്നുണ്ടെങ്കിൽ ടീൻ 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 കർത്താഹും ജംഗ് ഹെമേര ഹര ഹര ബോലോ ബോലോ കോൻ ഹുമേ, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതാരാണെന്ന് അറിയണം. തോത്തയാണ്. കായേം കർത്താഹും. നമുക്ക് അപ്പോൾ ഈ ശബ്ദം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൂ കർത്താഹും രംഗ് ഹെമേര കാല കാല ബോലോ ബോലോ കോൻ ഹുമേ ചോദിക്കാം. കോയലാണ്. ഓക്കെ, അപ്പോൾ ആ ശബ്ദങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ നിറങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സുബഹ് സവേരെ, അതിരാവിലെ എണിക്കുന്ന ആളാണ് നമ്മുടെ കോഴി അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റിലുള്ള ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളൊരു വാക്ക് ബാ, ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പൂന്തോട്ടം, ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയും അത്രയല്ല, ഇതാ ഇവിടെയും കുറച്ച് വാക്കുകളുണ്ട്. ഓൾഡർ, ബ, ജഹീറ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആദ്യത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ടാലൻറ്റ് ടെസ്റ്റിന് ഇതിന്നൊക്കെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളും മേഖലകളും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത യൂണിറ്റുമായിട്ട് വരാം. ഹുദാ ഹാഫിസ്.